ദൈവനാമത്തിന് മഹത്വം. ഇവാങ്കലിയോൻ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ 128ാമത് എപ്പിസോഡിലേക്ക് നാം ഇവരും വന്നുചേർന്നിരിക്കുകയാണല്ലോ. കഴിഞ്ഞ നാളുകളിൽ ഈ ശുശ്രൂഷ വളരെ അനുഗ്രഹപ്രദമായി തുടരുവാൻ ദൈവം അനുവദിച്ചു. ഇന്നും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഞങ്ങളേവരും ചേർന്നിരിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ ശുശ്രൂഷ അംഗത്തിനായി നിങ്ങൾ പ്രാർത്ഥിപ്പാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഗാനങ്ങൾ ആലപിക്കുന്നത് കർത്താവിൽ പ്രസിദ്ധ ഗായകരായ ആശിഷ് രാജൻ അടൂർ, ആൻസി രാജൻ അടൂർ എന്നിവരാണ്. മുമ്പും ഇവിടെ കടന്നു വരുവാനും ഗാനങ്ങൾ ആലപിക്കുവാനും പ്രിയപ്പെട്ട മുഖാന്തരം ഇവിടെയായിട്ടുണ്ട്. ഇന്നും പ്രിയപ്പെട്ടവർ കൂടി അനുഗ്രഹപ്പെട്ടതായ ഗാനങ്ങൾ കേൾക്കുവാൻ കഴിയുന്നതാണ്. പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾക്ക് നരേഷനും ഒപ്പം ലഘു സന്ദേശം അറിയിപ്പാനായി ഇവിടെ എത്തിയിട്ടുള്ളത് കർത്താവിൽ പ്രസിദ്ധനും സുവിശേഷനുമായ KS ജോസഫ് കോട്ടപ്പടി അവരുകളാണ്. പ്രിയ സഹോദരനും മുമ്പും ഇവിടെ കടന്നു വരുവാനിടയായിട്ടുണ്ട്. ഞങ്ങൾ സഹപാഠികളും കത്രിവേലയിൽ ഒരുമിച്ച് പോരാടുന്നവരുമാണ്. ആ നിലയിൽ തനിക്കും കടന്നു വരുവാനിടയായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസനെയും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് കർത്താവിൽ പ്രസിദ്ധ സഹോദരൻ ബെനറ്റ് ജോൺ കൊട്ടാരക്കര അവരുകളാണ്. പ്രിയപ്പെട്ടവരും മുമ്പ് പല പ്രാവശ്യം ഈ ശുശ്രൂഷയിൽ വന്ന് കീബോർഡ് വായിക്കുകയും ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ പ്രിയ സഹോദരനെ സ്വാഗതം ചെയ്യുന്നു. ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത് കർത്താവിൻ്റെ ദാസൻ സുനിൽ കൊട്ടാരക്കരയാണ്. പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവദാസനെ ആരാധിക്കാം. ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹപ്രദമായി തീരുവാൻ തുക്കണം. ദൈവമേ, എന്നോട് സംസാരിക്കണമേ. ഗാനങ്ങളിലൂടെയും സന്ദേശങ്ങളിലൂടെയും ദൈവിക ദൂത് നിങ്ങൾ ഗ്രഹിപ്പാൻ ഇടയാകേണ്ടതിനായി ഏവർക്കും പ്രാർത്ഥനയോടെ ഇരിക്കാം. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ KS ജോസഫ് അവരുകൾ മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കുകയും തുടർന്നുള്ള ശുശ്രൂഷകൾ അദ്ദേഹം തന്നെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതായിരിക്കും. കർത്താവിൻ്റെ ദാസനെ പ്രത്യേകം ക്ഷണിക്കുന്നു. നമുക്ക് ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, കഴിഞ്ഞ നാളുകളിൽ ദൈവകൃപ അനുഭവിച്ച് അനുഗ്രഹീതമായ ശുശ്രൂഷ മുൻപോട്ട് കൊണ്ടുവരുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ഞങ്ങളോട് കാണിച്ച കരുണയ്ക്കായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് സന്ധ്യയിലും അവിടുത്തെ മുൻപാകെ അടിയങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം വലിയ നിരാശയിലൂടെ കടന്നു പോകുന്ന ഈ സന്ദർഭത്തിൽ ആശ്വാസത്തിനും ദൈവകൃപയ്ക്കുമായി ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുകയാണ്. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ. ശുശ്രൂഷകൾ നിർവഹിക്കുന്ന നിൻ്റെ ദാസിദാസന്മാരെ പ്രത്യേകാൽ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കീബോർഡ് വായിപ്പാനായിട്ട് നിൻ്റെ ദാസന് കൃപ നൽകണമേ. ഇന്ന് രാത്രിയിലെ ശുശ്രൂഷകൾ അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തിനും തിരുനാമ പുകഴ്ചയ്ക്കുമായിട്ട് തീരുവാനിടയാകണം. ഇപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന യാതനയും അവിടുന്ന് കേട്ടതിനായിട്ട് സ്തോത്രം. ക്രിസ്തുയേശു മൂലം ഞങ്ങളുടെ അപേക്ഷ കേൾക്കുമാറാകണമേ. ആമേൻ. വീണ്ടും ഒരു സന്ധ്യയിൽ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം അവസരം നൽകി. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒപ്പം നമ്മുടെ പ്രിയ സഹോദരി സഹോദരന്മാർ ഈ ശുശ്രൂഷയിൽ നമ്മെ സഹായിക്കുന്നതാണ്. പ്രാരംഭമായി അനുഗ്രഹീതമായ ഒരു ക്രിസ്തീയ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും പ്രചോദനം നൽകുന്ന, ആത്മീയ ജീവിതത്തിൽ നമുക്ക് വളരെ ധൈര്യം നൽകുന്ന അനുഗ്രഹീതമായ ഒരു ഗാനമാണ് ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. പ്രിയ മകൾ ആൻസി രാജൻ അത് നമുക്ക് വേണ്ടി പാടുന്നതാണ്. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു. നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ സർവസ്വവുമാണ്. അവനൊഴികെ വേറെ ഒരു നന്മയും ഇല്ല. ഇന്ന് പ്രഭാതം മുതൽ ഇതുവരെയും എന്ന് മാത്രമല്ല, ജീവിതത്തിൻ്റെ ഇന്നയോളം ദൈവം നമ്മെ നടത്തിക്കൊണ്ടുവന്ന എല്ലാ വിധങ്ങളെയും ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. ആ പാട്ടിൻ്റെ അടികൾ നമ്മുടെ ഹൃദയങ്ങളെ ത്രസിപ്പിക്കട്ടെ. രാത്രിയിലെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രിയ മകൾ പ്രാർത്ഥനയോടുകൂടെ ഇപ്പോൾ ആ ഗാനം ആലപിക്കുന്നതാണ്.
നിശ്ചയമായി എന്നെ പുലർത്തിയിടുന്നു. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തൻ്റെ ചിറകടിയിൽ. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തൻ്റെ ചിറകടിയിൽ. അനുഗ്രഹീതമായ ഗാനം ശ്രദ്ധിപ്പാനായിട്ട് ദൈവം നമുക്ക് അവസരം നൽകി. വീണ്ടും മറ്റൊരു ഗാനം നാം ശ്രദ്ധിക്കാനായിട്ട് പോകുകയാണ്. മനുഷ്യജീവിതത്തിലേറെ ആശ്വാസവും കൃപയും നമുക്ക് നൽകുന്ന ഈ ഗാന ശുശ്രൂഷയെ ഓർത്ത് ഞാൻ പലപ്പോഴും ദൈവത്തെ സ്തുതിക്കാറുണ്ട്. ഇന്ന് രാത്രിയിലും അവരോടൊപ്പം ചേർന്ന് കർത്താവിനെ വാഴ്ത്തുന്നു. മനുഷ്യജീവിതം അലഞ്ഞ് ഉലയുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് ലോകം മുൻപോട്ട് പോകുന്നത്. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ എവിടെയും ചെന്നു ചേരുവാൻ കഴിയാത്ത ദുഃഖകരമായ സാഹചര്യത്തിലൂടെ മനുഷ്യജീവിതം മുൻപോട്ട് നീങ്ങുകയാണ്. അവർക്ക് പാർക്കാൻ തക്ക പട്ടണങ്ങളൊന്നും കണ്ടെത്തിയില്ല എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. ഇന്ന് മനുഷ്യജീവിതം അങ്ങനെയാണ്. അവർ സ്വസ്ഥത തേടി, തുണ തേടി, ജീവിതത്തിൽ ലക്ഷ്യം കൈവരിക്കാനായിട്ട് ആവോളം പരിശ്രമിക്കുകയാണ്. എന്നാൽ ദൈവത്തെ കൂടാതെയുള്ള പരിശ്രമങ്ങൾ മനുഷ്യന് നിരാശ മാത്രമാണ് നൽകുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ തേടുന്നത് അവന് ആശ്വാസവും സമാധാനവും നൽകാനാണ്. ദൈവത്തിൻ്റെ വിളി കേട്ട് ആമേൻ പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഓടി അടുക്കുന്ന ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ അഭയവും സങ്കേതവും അവനിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. തുടർന്ന് നാം മറ്റൊരു ഗാനം ശ്രദ്ധിക്കാനായിട്ട് പോകുകയാണ്. പ്രിയമകൻ ആശിഷ് ആ ഗാനം നമുക്ക് വേണ്ടി പാടുന്നു. തുണ തേടി എന്ന് തുടങ്ങുന്ന അനുഗ്രഹീതമായ ഗാനം നമുക്ക് പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം.
ഇരുളിൽവതായനം തേടി ഞാൻ അതിലൊളിയമ്പുകൾ കണ്ടോടി ഞാൻ. ഇരുളിൽവതായനം തേടി ഞാൻ അതിലൊളിയമ്പുകൾ കണ്ടോടി ഞാൻ. എൻ പാപക്കരകൾ നീ നീക്കി മാറോടണച്ചു തലോടി. ദയേകുമിനിമേൽ പദതാരിലടിയൻ ശരണം ശരണം നാഥാ. ഉന്നതേടി പാപി ഞാൻ, പാപി ഞാൻ. നിൻ തിരുക്കരം നീട്ടി നീ താങ്ങണേ ദേവനേ. തുണതേടി പാപി ഞാൻ, പാപി ഞാൻ. ആകതാലിരായിരം മോഹങ്ങൾ തിന്മ കസവേകുമായിരം പാപങ്ങൾ. ആകതാലിരായിരം മോഹങ്ങൾ തിന്മ കസവേകുമായിരം പാപങ്ങൾ. കനലേറ്റുവാടും എൻ ഹൃദയം, തണലേറ്റുവാഴാൻ എൻ ഉള്ളം. കൊതിക്കുന്നെന്നാളും തുടിക്കുന്നെൻ മാനസം. ശരണം ശരണം നാഥാ. തുണതേടി അലയുന്നീ പാപി ഞാൻ, പാപി ഞാൻ. നിൻ തിരുക്കരം നീട്ടി നീ താങ്ങണേ ദേവനേ. തുണതേടി അലയുന്നീ പാപി ഞാൻ, പാപി ഞാൻ. നിൻ തിരുക്കരം നീട്ടി നീ താങ്ങണേ ദേവനേ. തുണതേടി അലയുന്നീ പാപി ഞാൻ, പാപി ഞാൻ. ഒരു ക്രിസ്തീയ ഭക്തനെ സംബന്ധിച്ച് അവൻ്റെ ആത്മമടവാളിനെക്കുറിച്ചുള്ള അവൻ്റെ കാഴ്ചപ്പാട് അവൻ്റെ ജീവിതത്തെ ഭക്തിയിലും ഭയത്തിലും ദൈവത്തെ സേവിക്കാനായിട്ട് ഇടയാക്കുന്നു. ഉത്തമഗീതം എന്ന ബൈബിൾ ഗ്രന്ഥത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ശൂലമിയോട് ആ ഇടയർ ചെറുക്കൻ ഇങ്ങനെ പറയുന്നു: നിന്റെ പ്രിയന് മറ്റ് പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? ശലോമോനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന ഒരു സംഘം ആളുകൾ ആ വനിതയെ അവങ്കലേക്ക് ആകർഷിക്കാനായുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പോൾ ആ സഹോദരി, ആ ഇടയ പെൺകുട്ടി പറയുകയാണ്,
എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവനാണ്, 10,000-ങ്ങളിൽ അതിസുന്ദരനാണ് അവിടുന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്ഷിതാവ് അതിസുന്ദരനാണ്, അവൻ മനോഹര രൂപിയാണ്. ദാവീദിനെക്കുറിച്ച് പറയുന്നതിനേക്കാൾ എത്രയോ അനുഗ്രഹീതമായ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയാനായിട്ട് കഴിയുന്നത്. കർത്താവിൻ്റെ ദാസൻ C.S. മാത്യു അവറുകൾ വിരചിച്ച 10,000 പേർകളിൽ പരമസുന്ദരൻ എന്ന് തുടങ്ങുന്ന അനുഗ്രഹീതമായ ഗാനമാണ് തുടർന്ന് നാം ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. കർത്താവിൻ്റെ ദാസൻ ഈട്ടിക്കൽ കുഞ്ഞുമോൻ അവറുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥനയോടുകൂടെ അത് ആലപിക്കുന്നതാണ്. നമുക്ക് വളരെ താല്പര്യത്തോടെ ശ്രദ്ധിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. മണവാളൻ ഒരുവൻ മാത്രം. മണവാളൻ ഒരുവൻ മാത്രം. മണവാളൻ ക്രിസ്തുതൻ പരിവാര സമന്വിതം പരിലസിച്ചിടും മധ്യേ. മണവാളൻ ക്രിസ്തുതൻ പരിവാര സമന്വിതം പരിലസിച്ചിടും മധ്യേ. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. പ്രതിദിനം അവനെനിക്കത്തെല്ലാം ഉത്തമ മണവാളനാ. പ്രതിദിനം അവനെനിക്കത്തെല്ലാം ഉത്തമ മണവാളനാ. ഉത്തമ മണവാളനാ. ഉത്തമ മണവാളനാ.
പരിലസിച്ചിടുന്നവൻ പരമമണ്ഡലങ്ങളിൽ പരിവാര സമന്വിതനാ. പരിലസിച്ചിടുന്നവൻ പരമമണ്ഡലങ്ങളിൽ പരിവാര സമന്വിതനാ. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളനൊരുവൻ മാത്രം. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളനൊരുവൻ മാത്രം. വിശുദ്ധിയിൻ അലങ്കാര ഉടവ ധരിച്ചു കണ്ടു മണവാട്ടിയൊരുങ്ങി നിൽക്കേ. വിശുദ്ധിയിൻ അലങ്കാര ഉടവ ധരിച്ചു കണ്ടു മണവാട്ടി ഒരുങ്ങി നിൽക്കേ. മണവാട്ടി ഒരുങ്ങി നിൽക്കേ. മണവാട്ടി ഒരുങ്ങി നിൽക്കേ. പരിശുദ്ധ ഗണങ്ങളിൽ നടുവിൽ വെച്ചവൻ എന്നെ വേളി കഴിച്ചിടുമേ. പരിശുദ്ധ ഗണങ്ങളിൽ നടുവിൽ വെച്ചവൻ എന്നെ വേളി കഴിച്ചിടുമേ. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. ഇവയോർത്തിട്ടാനന്ദത്താൽ നൃത്തം ചെയ്യുവാൻ എൻ്റെ കാലുകൾ കുതിച്ചിടുന്നേ. ഇവയോർത്തിട്ടാനന്ദത്താൽ നൃത്തം ചെയ്യുവാൻ എൻ്റെ കാലുകൾ കുതിച്ചിടുന്നേ. കാലുകൾ കുതിച്ചിടുന്നേ. കാലുകൾ കുതിച്ചിടുന്നേ. കാന്തയായി പരിലസിച്ചന്തമില്ലായുഗം തേജസ്സിൽ കൂടെ വാഴുമേ. കാന്തയായി പരിലസിച്ചന്തമില്ലായുഗം തേജസ്സിൽ കൂടെ വാഴുമേ. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളനൊരുവൻ മാത്രം. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളനൊരുവൻ മാത്രം. മണവാളനൊരുവൻ മാത്രം. മണവാളനൊരുവൻ മാത്രം.
പരിലസിച്ചിടും മധ്യേ മണവാളൻ ക്രിസ്തു തൻ പരിവാര സമന്വിതം പരിലസിച്ചിടും മധ്യേ 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളനൊരുവൻ മാത്രം 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. എൻ്റെ ഓർമ്മകൾ ഒരു 50 വർഷത്തിന് പുറകിലേക്ക് പോകുകയുണ്ടായി. ഞാൻ വളരെ ചെറുപ്രായത്തിൽ ഈ പാട്ട് വളരെയധികം ശ്രദ്ധിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള ഒരു ഗാനമാണ്. കരിയമ്പ്ലാവ് കൺവെൻഷൻ എന്ന പ്രശസ്തമായ കൺവെൻഷനിൽ കർത്താവിൻ്റെ ദാസൻ CS മാത്യുവിൻ്റെ സാന്നിധ്യത്തിൽ ഈ പാട്ട് പാടി ശുഭ്രവസ്ത്രധാരികളായ വിശുദ്ധന്മാർ കൈകളളിച്ച് ആവേശഭരിതരായി ദൈവത്തെ പാടി മഹത്വപ്പെടുത്തിയ ഒരു ഗാനമാണിത്. ഇവിടെ ഞങ്ങളുടെ ഈ ടീമിനോട് ബന്ധപ്പെട്ട എല്ലാവരും ചേർന്ന് സന്തോഷിക്കുകയും പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. പാട്ടുകളുടെ ഒരു ക്രമം കർത്താവിൻ്റെ ദാസൻ PC ഐസക് സാറ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഓർക്കുന്നു. ഈ വിധത്തിലുള്ള അനുഗ്രഹീതമായ ഗാനങ്ങൾ നാം പാടുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് പ്രത്യാശ ഉണർത്തുന്ന ഗാനങ്ങൾ വേണം ചേർന്ന് പാടാൻ എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. മറ്റൊരു ഗാനം നമ്മുടെ പ്രത്യാശയെ വളരെയധികം ഉദ്യമിപ്പിക്കുന്ന ഒരു ഗാനമാണ് നാം തുടർന്ന് ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. മിഴി നിറയും ഹൃദയം തുടിക്കുന്നു എന്ന് തുടങ്ങുന്ന അനുഗ്രഹീതമായ പ്രത്യാശ ഗാനം നമ്മുടെ കർത്താവിനെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരുടെ ഉള്ളിൽ ഒരാവേശം തിരതള്ളുന്നുണ്ട്. കാരണം അവരുടെ കർത്താവ് എത്രയും വേഗം മടങ്ങി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ശരീരത്തിനുമൊക്കെ സംഭവിക്കുന്ന അഷ്ടവൈശിഷ്ട്യങ്ങളെ സംബന്ധിച്ച് 1 കൊരിന്ത്യർ 15 നാം വായിക്കുന്നുണ്ട്. എല്ലാം വിശദീകരിക്കാനായിട്ട് സമയം പോരാ. നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവിനെ നമ്മിൽ ആത്മീയമായി ഉണർത്തുന്ന ആ ആവേശം നമ്മിൽ കത്തിജ്വലിക്കുന്ന മറ്റൊരു ഗാനമാണ് നാം ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. പ്രിയ മകൾ ആൻസി രാജൻ അത് നമുക്ക് വേണ്ടി പാടുന്നതാണ്. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ശ്രദ്ധിക്കാം.
നല്ല പ്രശസ്തരായ രാജാക്കന്മാരുടെയും പ്രശസ്തരായ ഭരണാധികാരികളുടെയും പേരിലാണ് ലോകത്തിലെ പല രാജ്യങ്ങളും അറിയപ്പെടുന്നത്. ഇന്ത്യ തന്നെ നമുക്കറിയാം, നമ്മുടെ മഹാത്മാവായ ഗാന്ധിജിയുടെ പേരിലാണ് ലോകം അറിയുന്നത്. നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച് അവൻ്റെ വിവിധ പേരുകൾ അവൻ്റെ നാമത്തെ ഉയർത്തുന്നതായി തിരുവെഴുത്തിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ പരിശുദ്ധൻ എന്ന് അവിടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ നായകൻ എന്ന് അവിടത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നു. ഇസ്രയേലിൻ്റെ അനുഗ്രഹീത നടത്തിപ്പുകാരനായ മോശ ലക്ഷോപലക്ഷങ്ങളെ അനുഗ്രഹീതമായ കനാൻ ദേശത്തേക്ക് നയിച്ചതിനെ സംബന്ധിച്ച് എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ എന്നാണ്. മോശ ജനത്തെ കനാനിലേക്ക് നടത്തി. കർത്താവായ യേശുക്രിസ്തു നമ്മെ സ്വർഗീയ തേജസ്സിലേക്ക് നടത്തുകയാണ്. അവന് ഇസ്രായേലിൻ്റെ അനുഗ്രഹീതമായ പേരിനോട് ചേർന്ന് ധാരാളം നാമങ്ങൾ അവന് പറയുന്നുണ്ട്. തുടർന്ന് നാം അനുഗ്രഹീതമായ മറ്റൊരു ഗാനം ശ്രദ്ധിക്കാനായിട്ട് പോകുകയാണ്. പ്രിയ സഹോദരൻ ആശിഷ് രാജൻ അത് പാടുന്നു. ഓർസലേം നാഥൻ എന്ന് തുടങ്ങുന്ന അനുഗ്രഹീതമായ ഗാനം നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ശ്രദ്ധിക്കാം. കർത്താവിന്റെ ദാസൻ ഇപ്പോൾ നമുക്ക് വേണ്ടി പാടുന്നു.
ദൈവജനത്തിൻ്റെ മധ്യേ നമ്മുടെ കർത്താവ് വാഗ്ദത്തം പോലെ എഴുന്നള്ളി വരും എന്ന് നാം മനസ്സിലാക്കുന്നു. അവിടുത്തെ അനുഗ്രഹീതമായ ഇന്നയോളമുള്ള വിശ്വസ്തമായ അവൻ്റെ വാഗ്ദാനമാണ് 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നയിടത്ത് ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നുള്ളത്. ആ നാമത്തിൽ കൂടി വരുന്ന കൂടിവരവുകൾ എത്രയോ ശ്രേഷ്ഠമാണ്. ആ കൂടിവരവുകളിൽ നിന്ന് പിരിഞ്ഞു പോകാനായിട്ട് ആളുകൾക്ക് താല്പര്യമില്ല. അത് ദൈവനാമത്തിലുള്ള ദൈവജനത്തിൻ്റെ കൂട്ടായ്മകളാണ്, കൂടിവരവുകളാണ്. പല സന്ദർഭങ്ങളിലും ഈ മീറ്റിംഗ് ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് മറ്റു പല മീറ്റിങ്ങുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവജനം ഹൃദയത്തിൽ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു അർത്ഥത്തിൽ ഇത് പെട്ടെന്ന് തീരാതിരിക്കട്ടെ, നമുക്ക് പിരിയാതെ തുടരാം എന്നുള്ളതാണ്. അനുഗ്രഹീത കർത്താവിൻ്റെ ദാസൻ എഴുതിയ മനോഹരമായൊരു ഗാനം നാം തുടർന്ന് ശ്രദ്ധിക്കാനായിട്ട് പോകുകയാണ്. എത്ര ശുഭം എത്ര മോഹനം സോദരർ ഒത്തു വസിപ്പതോർത്താൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. അനേക വിശുദ്ധന്മാർ പാടി ദൈവത്തെ സ്തുതിച്ചിട്ടുള്ള, അവരുടെ കൂട്ടായ്മകളിൽ ആവേശം പടർത്തിയിട്ടുള്ള അനുഗ്രഹീതമായ ഒരു ഗാനമാണ്. അതിലൊരടി ഇങ്ങനെയാണ്: വിട്ടുപിരിയേണ്ട മണ്ണിൽ നാം കൂടുമ്പോൾ ഇത്ര സന്തോഷമെങ്കിൽ സ്വർഗീയ തേജസ്സിൽ കർത്താവിനോടുകൂടെ നാം ചേർന്ന് വരുമ്പോൾ എത്ര ആനന്ദമാണ്. അത് ഈ ഭൂമിയിൽ അനുഭവിക്കാൻ കഴിയുന്ന കൂട്ടായ്മകളാണ് ക്രിസ്തീയ കൂട്ടായ്മകൾ, കൂടിവരവുകൾ എന്ന് പറയുന്നത്. തുടർന്ന് നമുക്ക് ആ ഗാനം പ്രാർത്ഥനയോടുകൂടെ ശ്രദ്ധിക്കാം. കർത്താവിൻ്റെ ദാസൻ ഇട്ടിക്കൽ കുഞ്ഞുമോൻ അവറുകൾ നമുക്ക് വേണ്ടി പാടുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. എത്ര ശുഭം എത്ര മോഹനം സോദരൊത്തു വസിപ്പതോർത്താൽ. എത്ര ശുഭം എത്ര മോഹനം സോദരൊത്തു വസിപ്പതോർത്താൽ. ആഹാ, സിയോൻ ഗിരിയതിൽ പെയ്യുന്ന മഞ്ഞുപോൽ എത്ര മനോഹരമേ. ആഹാ, സിയോൻ ഗിരിയതിൽ പെയ്യുന്ന മഞ്ഞുപോൽ എത്ര മനോഹരമേ. ആഹാ, എത്ര ശുഭം എത്ര മോഹനം സോദരൊത്തു വസിപ്പതോർത്താൽ. പിതാവിൻ്റെ മക്കൾ നാം യേശുവിൽ ഏകാവകാശികൾ നാം. ഏകപിതാവിൻ്റെ മക്കൾ നാം യേശുവിൽ ഏകാവകാശികൾ നാം. ആഹാ, ഏകാത്മസ്നാനത്താൽ ഏക ശരീരത്തിൻ അംഗങ്ങളായവർ നാം. ആഹാ, ഏകാത്മസ്നാനത്താൽ ഏക ശരീരത്തിൻ അംഗങ്ങൾ ആയവർ നാം. ആഹാ,
എത്ര ശുഭം എത്ര മോഹനം സോദരേ വസിപ്പതൊത്താ. സ്നേഹച്ചരണതിൽ കോർത്തുള്ള മുത്തുകൾ ക്രിസ്തുവിൻ നിസ്തുല സ്നേഹച്ചരണതിൽ കോർത്തുള്ള മുത്തുകൾ മൃത്യുവോ ജീവനോ ഒന്നുമേ നമ്മെ വേർപെടുത്താവതല്ല. മൃത്യുവോ ജീവനോ ഒന്നുമേ നമ്മെ വേർപെടുത്താവതല്ല. എത്ര ശുഭം എത്ര മോഹനം സോദരേ വസിപ്പതൊത്താ. പിരിയേണ്ട മഞ്ഞിൽ നാം കൂടുമ്പോൾ ഇത്ര സന്തോഷമെങ്കിൽ വിട്ടു പിരിയേണ്ട മഞ്ഞിൽ നാം കൂടുമ്പോൾ ഇത്ര സന്തോഷമെങ്കിൽ വിട്ടു പിരിയാത്ത വീട്ടിൽ നാം എത്തുമ്പോൾ എത്ര അത്യാനന്ദമേ. വിട്ടു പിരിയാത്ത വീട്ടിൽ നാം എത്തുമ്പോൾ എത്ര അത്യാനന്ദമേ. എത്ര ശുഭം എത്ര മോഹനം സോദരേ വസിപ്പതൊത്താ. എത്ര ശുഭം എത്ര മോഹനം സോദരേ വസിപ്പതൊത്താ. സിയോൻ ഗിരിയതിൽ പെയ്യുന്ന മഞ്ഞുപോൽ എത്ര മനോഹരമേ. സിയോൻ ഗിരിയതിൽ പെയ്യുന്ന മഞ്ഞുപോൽ എത്ര മനോഹരമേ. എത്ര ശുഭം എത്ര മോഹനം സോദരേ വസിപ്പതൊത്താ. അനുഗ്രഹീതമായ ക്രിസ്തീയ പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്ന ഗാനങ്ങളാണ് നാം തുടർമാനമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രത്യാശയെ വീണ്ടും ഉണർത്തുന്ന മറ്റൊരു ഗാനമാണ് തുടർന്ന് നാം ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. കർത്താവിനെ വിട്ടുപിരിയാതെ സിയോനിൽ തുടരണമെങ്കിൽ, ദൈവരാജ്യത്തിൽ തുടരണമെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ നായകനായിട്ട് തീരണം. അവിടുന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ രാജാവായി എഴുന്നള്ളി വരയണം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ
ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. സ്വർഗീയ ഭാവി ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്ന സകല ദൈവമക്കളും ആ അനുഭവസ്ഥരാണ്. കർത്താവിനെ ജീവിതത്തിൽ ഏറ്റെടുത്ത കർത്താവിൻ്റെ വകയായി തീർന്ന ആളുകളാണ്. തുടർന്ന് നാം ശ്രദ്ധിക്കാൻ പോകുന്ന പാട്ടിലും ഇതേ ആശയമാണ്. എന്നുള്ളം നിന്നിലായി, കർത്താവിലായി തീർന്ന ഒരു ഭക്തയുടെ പ്രത്യാശ ജീവിതം, അതാണ് നമുക്ക് ഓർക്കാനായിട്ട് കഴിയുന്നത്. നാം ഓർത്തതുപോലെ കഷ്ടനഷ്ടങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ ഇതെല്ലാം ലോകത്തിലുണ്ട്. പക്ഷേ അതിനെല്ലാം അതിജീവിക്കുന്ന ദൈവികമായ കരുതലിൽ പ്രത്യാശയോടുകൂടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹീതമായ ആ പ്രത്യാശ ഗാനം പ്രിയ ആൻസി രാജൻ നമുക്ക് വേണ്ടി പാടുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ശ്രദ്ധിക്കാം.
ദൈവത്തിന് വീണ്ടും മഹത്വം അർപ്പിക്കുന്നു. അനുഗ്രഹീതമായ ഗാനങ്ങളിലൂടെ നാം മുൻപോട്ട് നീങ്ങുകയാണ്. നമ്മുടെ ഹൃദയം സന്തോഷിക്കുകയും മനസ്സാനന്ദിക്കുകയും ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയും ചെയ്യുകയാണ്. തുടർന്ന് നാം അനുഗ്രഹ പൂമഴ ചൊരിയും എന്ന് തുടങ്ങുന്ന അനുഗ്രഹീതമായ ഗാനമാണ് ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ദൈവജനത്തിൻ്റെ കൂട്ടായ്മകളും കൂടിവരവുകളും ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹ സമ്പൂർണമാണ്. അവർ ആ കൂട്ടായ്മയിൽ അത് അനുഭവിക്കുന്നു. ഇന്ന് രാത്രിയിലും നാം പാട്ടുകളിലൂടെ അതുതന്നെയാണ് ഓർത്തത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ഹൃദ്യത പങ്കിടാനായിട്ട് കഴിയും എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഗാനം ശ്രദ്ധിക്കാം. പ്രിയ മകൻ ആശിഷ് രാജൻ അത് നമുക്ക് വേണ്ടി പാടുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ശ്രദ്ധിക്കാം.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ലഘു സന്ദേശവും ഈ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് നടത്താറുണ്ട്. ഇന്ന് രാത്രിയിലും അത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ പാടുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതാണ് ഞങ്ങളുടെ നാവിൽ കർത്താവ് തന്നിട്ടുള്ളത്. അത് മറ്റുള്ളവരിലേക്ക് പകരുക എന്ന ഉന്നതമായ ദൗത്യമാണ് ഈ ശുശ്രൂഷകളിലൂടെ നിർവഹിക്കപ്പെടുന്നത്. കർത്താവിൻ്റെ ദാസനീട്ടിക്കൽ കുഞ്ഞുമോൻ കോവിഡ് കാലത്ത് ദൈവജനത്തിന് വളരെ ആശ്വാസപ്രദമായിട്ട് ഈ ശുശ്രൂഷകൾ മുൻപോട്ട് കൊണ്ടുപോവുകയുണ്ടായി. അനേകർക്ക് അത് സന്തോഷമാണ്. അനേകർ ആ ദിവസത്തിനായിട്ട് കാത്തിരിക്കുകയും ചെയ്യുന്നവരായിട്ടുണ്ട്. ഇടയ്ക്ക് ചില സാങ്കേതികമായ കാരണങ്ങളാൽ ചില ആഴ്ചകൾ മുടങ്ങാനിടയായി എന്ന് വരികിലും വീണ്ടും അത് പുനരാരംഭിക്കുവാൻ ഈ 128ാമത് എപ്പിസോഡിലേക്ക് നമുക്ക് കടന്നു വരുവാൻ ദൈവം കൃപ നൽകി. ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് ഇന്ന് രാത്രിയിൽ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം അതിങ്ങനെയാണല്ലോ: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായുത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാണ്. ദൈവത്തിന് സ്തോത്രം. ആ വചനത്തിൻ്റെ പ്രായോഗികത മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു ചെല്ലുകയാണ്. ദൈവവചനം അതിൽ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം അത് ദൈവനിശ്വാസികമാണ് എന്നാണ്. നാം വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ: എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസികമാണ്. ദൈവത്തിൻ്റെ വിശുദ്ധ മനുഷ്യരാൽ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹീതമായ നിധിയാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് വചനം എന്ന ഒരു പേരുണ്ട്. അതുപോലെ തന്നെ എഴുതപ്പെട്ട് നമ്മുടെ കൈകളിൽ ലഭിച്ചിട്ടുള്ള അനുഗ്രഹീതമായ വചനം നാം അത് പഠിക്കുകയും വായിക്കുകയും ഹൃദിസ്ഥമാക്കുകയും ചെയ്യുകയാണ്. വചനം എഴുതപ്പെട്ട് നമുക്ക് ലഭിച്ചതിൽ തന്നെ അനേക ആത്മീയ യാഥാർത്ഥ്യങ്ങൾ നമുക്കതിലൂടെ ഓർക്കാനായിട്ട് സാധിക്കും. വചനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ പര്യായങ്ങൾ നിരവധിയായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വെള്ളം എന്നുള്ള ഒരു പ്രയോഗം ദൈവവചനത്തിന് പര്യായമായിട്ട് നൽകിയിട്ടുണ്ട്. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക. അതുപോലെ തന്നെ പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ ദൈവവചനത്തെ കെടാത്ത ജീവനുള്ള ചൈതന്യമുള്ളത് എന്ന് പറയുന്നുണ്ട്. ആ വചനത്താലാണ് നാം വീണ്ടും ജനിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ദൈവവചനത്തിൻ്റെ ശുദ്ധീകരണം നാം പ്രാപിക്കണം. അതാണ് ഈ ശുശ്രൂഷയിലൂടെ, മറ്റ് ദൈവദാസന്മാരുടെ ശുശ്രൂഷകളിലൂടെ ഒക്കെ നാം മനസ്സിലാക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിലും ചില ഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം, ദൈവസന്നിധിയിൽ ക്രമീകരിക്കപ്പെടണം. പാപം എന്ന അഴുക്കുചാലിൽ നിന്ന് കരകയറി ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് നടന്നെടുക്കാനായിട്ട് സാധിക്കണം. മാത്രമല്ല, ഇത് വലിയ ചുറ്റികയാണ് എന്ന് ദൈവവചനം പറയുന്നുണ്ട്. പാറയെ തകർക്കുന്ന ചുറ്റികയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങളെ അഴിച്ചു പണിയുവാൻ, നമ്മെ പുതുക്കി പണിയുവാൻ, നമുക്ക് രൂപാന്തരം നൽകുവാൻ, നമുക്ക് പരിവർത്തനം നൽകുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. എത്ര കല്ലായ ഹൃദയങ്ങളെയും അത് ഉരുക്കി അത് വെടിപ്പുള്ളതാക്കി തീർക്കുവാൻ, അതിനെ തകർക്കുവാൻ നിശ്ചയമായും ദൈവത്തിൻ്റെ വചനത്തിന് സാധ്യതയുണ്ട്, അതിന് കഴിവുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം സുവിശേഷത്തിനും ക്രിസ്തുവിനും വളരെ വിരുദ്ധമായി ജീവിച്ച ആളായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ ദൈവവചനം കണ്ടെത്തി അദ്ദേഹത്തെ സ്വാധീനിച്ചു. ഈ ദൈവവചനത്തോട് നമ്മുടെ മനോഭാവം എന്താകണം, നമുക്കതിനോടുള്ള പ്രതിപത്തി എന്താകണം എന്നിത്യാദി കാര്യങ്ങളാണ് ചുരുക്കം വാക്കുകളിൽ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറയുന്ന ഒരു ഉപമ നാം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവിൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എന്നവിടെ വായിക്കുന്നുണ്ട്. പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനെക്കുറിച്ചും മണലിന്മേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനെക്കുറിച്ചും പറയുന്ന ആ കാര്യങ്ങൾ ആരംഭിക്കുന്നത് 24-ാമത്തെ വാക്യത്തിലാണ്. ആ രണ്ട് പണികളെ സംബന്ധിച്ചും കർത്താവ് വിശദീകരിക്കുന്നുണ്ട്. പാറമേൽ അടിസ്ഥാനമിട്ട് ലൂക്കോസ് സുവിശേഷത്തിൽ വായിക്കുന്നത് ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് പണിത വീട് എന്നാണ്.
എന്നാൽ മണലിൽ മേൽ പണിത വീട് കാറ്റടിച്ചു, വൻമഴ ചൊരിഞ്ഞു, ആ വീട്ടിൻ്റെ മേൽ അലച്ചു, അത് വീണു എന്നാണ് നാം വായിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവവചനത്തോട് നമുക്ക് ആഭിമുഖ്യമുണ്ട്, നല്ലതാണ്. എന്നാൽ ആ വചനം കേട്ട് നമുക്ക് ചെയ്യാനായിട്ട്, അത് ജീവിതത്തിൽ പ്രായോഗികമാകാനായിട്ട് സാധിക്കണം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവവചനത്തോട് ബന്ധപ്പെട്ട് നല്ല കേൾവിക്കാരനാകണം എന്നുള്ളത് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. അതിനുത്തമമായ ഉദാഹരണമാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസ് പത്രോസിനോട് പറയുന്ന വാക്കുകൾ. പത്രോസിനെ കൂട്ടിക്കൊണ്ടുവന്നു. കൊർന്നല്യോസിൻ്റെ വീട്ടിൽ അനുഗ്രഹീതമായൊരു സമ്മേളനം ക്രമീകരിച്ചിരിക്കുകയാണ്. പത്രോസിനോട് കൊർന്നല്യോസ് പറയുന്നത് ഇങ്ങനെയാണ്: നിന്നോട് ദൈവം അരുളി ചെയ്ത വചനങ്ങൾ കേൾക്കുവാൻ ഞങ്ങളെല്ലാവരും ദൈവസന്നിധിയിൽ കൂടിയിരിക്കുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, നാം എവിടെ ഇരുന്നാലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാകാം. എന്നാൽ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട താല്പര്യം, ഈ വചനം ഞാൻ കേട്ട് ചെയ്യും എന്നുള്ള ഉത്തമമായ ഉറപ്പും നിർണയവും നമുക്ക് ഉണ്ടാകാനായിട്ട് ഇടയാകണം. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ വചനം കേട്ട് വിശ്വസിക്കണം എന്നുള്ളതാണ്. അതങ്ങനെ തന്നെ ദൈവവചനം പറയുന്നുണ്ട്. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്ന് നാം വായിക്കുന്നു. അവിടെ തന്നെ മുകളിൽ പൗലോസ് പറയുന്നുണ്ട്, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും, പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും, കേൾക്കാത്തവനിൽ എങ്ങനെ ഒരാൾ വിശ്വസിക്കും, വിശ്വസിക്കാത്ത ഒരുവൻ എങ്ങനെ വിളിച്ചപേക്ഷിക്കും. അതിൻ്റെ ക്രമങ്ങൾ അവിടെ കൃത്യമായി പറയുന്നുണ്ട്. രക്ഷയുടെ പടികളെ സംബന്ധിച്ച് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവവചനം കേട്ട് വിശ്വസിക്കാനായിട്ട് സാധിക്കണം. നാം ദൈവവചനം ചെയ്യുന്നവരാകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ അടിസ്ഥാനപരമായി നമ്മിൽ സാധിക്കേണ്ട ഒരു കാര്യമാണ് ദൈവവചനം കേട്ട് വിശ്വസിക്കാനായിട്ട് ഇടയാകണം. എഫെസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ സുവിശേഷം കേട്ടു, അത് വിശ്വസിച്ചുമിരിക്കുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കാതെ, കർത്താവിനെ വിളിച്ചപേക്ഷിക്കാതെ ഒരാൾക്ക് പോലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുകയില്ല. പൗലോസ് പറയുന്നുണ്ട്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ഒരു പാപിക്ക് ദൈവമകനെന്നുള്ള അനുഗ്രഹീതമായ യോഗ്യമായ ആ സ്ഥാനത്തേക്ക് പദമൂന്നി പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നത്. ഞാൻ എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, ഏതാണ്ട് 13-ാമത്തെ വയസ്സിൽ എനിക്ക് രക്ഷിക്കപ്പെടാനായിട്ട് കഴിഞ്ഞു. 1979 ആ കാര്യം സാധിച്ചു. കഴിഞ്ഞ 40-ലധികം വർഷം കർത്താവിന് വേണ്ടി ജീവിക്കാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യം ജീവിതത്തിലുണ്ട്. എന്തുകൊണ്ടാണ്? ഒരു 1-ാം ദിവസം ജീവിതത്തിലുണ്ടായി. യേശു കർത്താവിനെ സ്വീകരിച്ച, അവനെ വിളിച്ചപേക്ഷിച്ച, അവനെ വിശ്വസിച്ച ഒരു ദിവസം. മൂന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഒരുത്തൻ വചനം കേൾക്കുന്നവൻ എങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. വളരെ ഫലിതമായ ഒരു ഉദാഹരണമാണ് യാക്കോബ് പറയുന്നത്. ഒരാൾ വചനം കേൾക്കുന്നു, ആവേശത്തോടുകൂടെ ഓടി വന്ന് ദൈവവചനം കേൾക്കുകയാണ്. പക്ഷേ അവൻ വേഗം അത് മറന്നു പോവുകയാണ്. അത് വിശ്വസിക്കാനായിട്ടും അനുസരിക്കാനായിട്ടും അവന് കഴിയുന്നില്ല. ലോകത്തിൽ അനേകർ അങ്ങനെയുണ്ട്. ദൈവവചനം പാണ്ഡിത്യപരമായി കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. ദൈവവചനത്തിൻ്റെ ആധികാരികമായ നിലയിലൊക്കെ പഠിക്കുന്നു എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ അവർ കേൾക്കുകയാണ്, ദൈവവചനത്തിൻ്റെ ആത്മാവിലേക്ക് അവർ ഇറങ്ങി വരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ പറയുന്ന ഒരു പ്രയോഗം, ഒരുത്തൻ കണ്ണാടിയിൽ അവൻ്റെ സ്വാഭാവിക മുഖം കാണുന്നു, എന്നാൽ അടുത്ത നിമിഷം കണ്ണാടി അവൻ്റെ മുമ്പിൽ നിന്ന് മാറുമ്പോൾ അവനത് മറന്നു പോവുകയാണ്. അവൻ്റെ രൂപം അവന് പിന്നെ ഓർക്കാനായിട്ട് കഴിയുന്നില്ല. ദൈവവചനത്തോട് ബന്ധപ്പെടുമ്പോൾ ഒരുപക്ഷെ പാപിയാണെന്നുള്ള തോന്നൽ അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകാം. ഞാനൊരു അശുദ്ധനാണ്, ഞാൻ ദൈവരാജ്യത്തിൽ നിന്ന് അന്യനാണ് എന്ന് തോന്നിയേക്കാം. എന്നാൽ ദൈവവചനത്തിൻ്റെ ആ കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവന് പറയാൻ കഴിയണം, ദൈവവചനം എന്നെ ബോധ്യപ്പെടുത്തി ഞാനൊരു പാപിയാണ്, ഞാൻ അശുദ്ധനാണ്, ഞാൻ ഏത് മതത്തിൽ പിറന്നവനാണ് എന്നുള്ളതല്ല. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ആത്മരക്ഷ കരഗതമാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു വാക്യം പെട്ടെന്ന് മനസ്സിലേക്ക് വരികയാണ്: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും
തൻ്റെ ജീവനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? ഒരുപക്ഷെ അവൻ ലോകത്തിൽ ധനാഢ്യനായിരിക്കാം, ജീവിത സൗകര്യങ്ങളുണ്ടാകാം, അവൻ്റെ ജീവിതത്തിൽ ഭൗതികമായ പശ്ചാത്തലങ്ങളെല്ലാം ന്യായമായ നിലയിലുണ്ടാകാം. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ യേശു കർത്താവിനെ സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച് വീണ്ടും ജനനം പ്രാപിച്ച് ദൈവവചനം വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരുവനായിട്ട് അവന് തീരാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ്റെ ജീവിതം നിരർത്ഥകമായിട്ട് തീരും എന്നുള്ളത് നമുക്ക് ഓർക്കണം. നാലാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യമാണ്. അവിടെ ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് പൗലോസ് പറയുന്ന ഒരു പ്രയോഗം, അവർ കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവർ അവിശ്വാസത്താൽ അതിനെ സംശയിച്ചു എന്നുള്ളതാണ്. അവരുടെ പ്രവൃത്തികളാൽ അതിനെ പിന്തുടരുവാനായിട്ട് അവർ ശ്രമിച്ചു. ദൈവവചനം ജീവിതത്തിൽ ഉപകാരമായിട്ട് വരണം. ദൈവവചനത്തോട് ബന്ധപ്പെട്ട് അതിൻ്റെ ശുശ്രൂഷകളോട് ബന്ധപ്പെട്ട് ധാരാളമായ പ്രോത്സാഹനജനകമായ അനേക കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് ലോകത്തിൽ. ഒരു പക്ഷേ അങ്ങനെയുള്ളവരെ നമുക്കൊക്കെ പരിചയമുണ്ടായിരിക്കാം. എന്നാൽ ആ വചനം ജീവിതത്തിൽ ഉപകാരമായി വരേണ്ടതിന് അത് വിശ്വാസമായി പരിണമിച്ചേ മതിയാകുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന ആ പ്രയോഗം വളരെ ദുഃഖത്തോടുകൂടെ പൗലോസ് ആവർത്തിക്കുകയാണ്. അവരിൽ അനേകർക്ക് സ്വസ്ഥതയിൽ പ്രവേശിപ്പാനായിട്ട് കഴിഞ്ഞില്ല. അവർ വിശ്വാസത്താൽ അല്ല അതിനെ പിന്തുടരുന്നത് എന്ന് വന്നതുകൊണ്ട് അവർ അവിശ്വാസത്തിൽ തുടർന്നു. അവർക്കുദ്ദേശിച്ച നന്മ അവർക്ക് പ്രാപിക്കാനായിട്ട് കഴിഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം വായിക്കുകയോ പഠിക്കുകയോ കാണാതെ പഠിക്കുകയോ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നമുക്ക് ഉപകാരമായിട്ട് തീരണം. ദൈവവചനത്തിൻ്റെ നന്മ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരണം. യഹോവേ, തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഒരാൾക്ക് വരാനായിട്ട് സാധിക്കണം. അഞ്ചാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിവുള്ള ഒരു കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവനിൽ വിശ്വസിച്ച യഹൂദന്മാരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ എൻ്റെ ശിഷ്യന്മാരെന്ന് നിശ്ചയമായും ലോകം അറിയും. വചനത്തിൽ നിലനിൽക്കുക, ഇത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. പലരും വിശ്വാസത്തിൽ വന്നു, പലരും ആത്മീയ താല്പര്യത്തിലൊക്കെ വന്നു. പക്ഷേ പിന്നീട് അങ്ങനെയുള്ളവരെ കുറിച്ച് കേൾക്കുമ്പോൾ, അറിയുമ്പോൾ അവർ ദുഃഖകരമായ സാഹചര്യത്തിലൂടെ മുമ്പോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. വചനത്തിൽ നിലനിൽക്കാനായിട്ട് സാധിക്കണം. വചനത്തിൽ നിലനിൽക്കാതെ കാടാറ് മാസം നാടാറ് മാസം എന്നൊക്കെ പറഞ്ഞ് ചിലർ മുമ്പോട്ട് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഒരു അപകട സൂചന ദൈവവചനം പറയുന്നത്, നിങ്ങൾക്ക് ദൈവവചനത്തിൽ നിലനിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ കർത്താവിനെ പ്രസാദിപ്പിക്കുവാനോ അവൻ്റെ നന്മ അനുഭവിക്കാനോ കഴിയാതെ പോകും. ഒടുവിലായി ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 138-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ അതിങ്ങനെയാണ്: ഭൂമിയിലെ രാജാക്കന്മാർ കർത്താവിൻ്റെ വചനം കേട്ട് അവൻ്റെ നന്മയെ ചൊല്ലി സ്തോത്രം ചെയ്യുന്നവരാകണം എന്നവിടെ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം എന്നൊക്കെ പറയുന്നത് വിശ്വാസികൾക്ക് ഒരു അലങ്കാരമാണ്. എന്താണ് സ്തോത്രം എന്നതിൻ്റെ അർത്ഥം? എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ അത് വായിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന സ്തോത്രയാകും നാം ഇടവിടാതെ അർപ്പിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തെ ഏറ്റുപറയുന്നതാണ് സ്തോത്രാർപ്പണത്തിലൂടെ നാം നിർവഹിക്കുന്ന ആ അനുഗ്രഹീതമായ കാര്യം. ഇങ്ങനെ പറഞ്ഞ് ഞാൻ വാക്കുകൾ ചുരുക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കർത്താവിൽ അതേ അനുഗ്രഹീതമായ നന്മ അനുഭവിക്കാൻ കഴിയണമെങ്കിൽ അവൻ പറയുന്നത് കേട്ട് ചെയ്യണം, അവനിൽ വിശ്വസിക്കണം, അവനെ അനുസരിക്കണം. ദൈവത്തിൻ്റെ വചനം ജീവിതത്തിൽ ഉപകാരമായി വരണം. ആ വചനത്തിൽ നിലനിൽക്കാനായിട്ട് സാധിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ വാക്യത്തിൻ്റെ ഒടുവിലത്തെ വാചകം ഇങ്ങനെയാണ്: ആ വചനം കേട്ടനുസരിക്കാതെ മണലിന്മേൽ വീട് പണിതവൻ്റെ വീഴ്ച വലുതായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. പ്രിയമുള്ളവരെ, ലോകത്തിൽ ജീവിച്ചു, നിങ്ങൾ വചനം കേട്ടു, ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ കൂട്ടായ്മയിൽ നിങ്ങൾ പോയിട്ടുണ്ടാകാം, പല നന്മകൾ അനുഭവിച്ചിട്ടുണ്ടാകാം. എന്നാൽ യേശു കർത്താവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് ജീവിതത്തിൽ സമാധാനവും സ്വർഗീയ പൗരനുമായി നിങ്ങൾ തീർന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ച വലുതായിരിക്കും. ആർക്കും പിന്നെ പണിയുവാനാവാത്ത നിലയിൽ നിങ്ങൾ തകർന്നടിയും എന്നുള്ള കാര്യം വളരെ മുന്നറിയിപ്പോടുകൂടെ പറഞ്ഞ് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കട്ടെ. നിരവധി പ്രാവശ്യം ഈ സന്ദേശം നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാകാം. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാകാം. ആ ഹൃദയത്തിൽ കടന്ന് ജീവിതത്തിൽ കർത്താവിനെ അതേ സ്വീകരിച്ച്
ആ നല്ല കർത്താവിനെ, അവനോട് ചേർന്ന് ജീവിക്കുവാൻ നിങ്ങൾക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇന്ന് രാത്രിയിലും ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവൻ്റെ നാഥനായ, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്ന, എത്രയും വേഗം നാം പാട്ടുകളിലൂടെ ഓർത്തതുപോലെ തൻ്റെ ജനത്തെ ചേർക്കുവാൻ അവൻ മടങ്ങി വരാനായിട്ട് പോവുകയാണ്. ആ മടങ്ങി വരവിൽ നിങ്ങളും അവനോട് ഒപ്പം ചേരാനായിട്ട് കഴിയണം. ആ രാജ്യത്തിൽ നിങ്ങളും ഉണ്ടാകണം. അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അതിനുവേണ്ടിയാണ് പാടുന്നത്, പ്രവർത്തിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നത്. ഈ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരമായിട്ട് തീരട്ടെ, നന്മയായി തീരട്ടെ. നിങ്ങൾക്കും വിശ്വസിച്ച് ദൈവകൃപ അനുഭവിപ്പാനായിട്ട് കഴിയട്ടെ. ദൈവകൃപ അനുഭവിക്കുന്ന ദൈവമക്കളെ, ഞാൻ ഒരു വാക്കിങ്ങനെ പറയട്ടെ. നമ്മുടെ കർത്താവ് എത്രയും വേഗം മടങ്ങി വരാനായിട്ട് പോകുകയാണ്. അതിൻ്റെ മടങ്ങി വരവിനെ നോക്കി പാർക്കാം. വിശുദ്ധിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവത്തെ ഒരുമിച്ച് മഹത്വപ്പെടുത്താം. ദൈവനാമം ഇതിലൂടെയും മഹത്വപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീരട്ടെ. പ്രിയ ആശിഷും പ്രിയമകളും ചേർന്ന് തുടർന്ന് ഒരു ഗാനം കൂടെ പാടുന്നതാണ്. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ശ്രദ്ധിക്കാം.
കർത്താവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ രാത്രിയിലും ദൈവാത്മാവിൻ്റെ വ്യാപാര ശക്തി ഗാനങ്ങളിലൂടെയും സന്ദേശങ്ങളിലൂടെയും കേൾക്കുവാൻ ദൈവം അനുവദിച്ചു. അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. വിശേഷാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരോടും ഞങ്ങളുടെ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഇന്ന് ഗാനങ്ങൾ ആലപിച്ച സഹോദരൻ ആശിഷ് രാജൻ, സഹോദരി ആൻസി രാജൻ, ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയ സഹോദരൻ ബെനറ്റ് ജോൺ, സന്ദേശം അറിയിച്ച കർത്തൃദാസൻ കെ എസ് ജോസഫ്, ക്യാമറ ഓപ്പറേറ്റ് ചെയ്ത സുനിൽ തുടങ്ങിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഈ രാത്രിയിൽ ഗാനങ്ങളിലൂടെയും സന്ദേശങ്ങളിലൂടെയും ഞങ്ങൾ അറിയിച്ച വാർത്ത മറ്റൊന്നുമല്ല. ജീവിതത്തിൽ നിരാശയിലും ദുഃഖത്തിലും ഭാരത്തിലും കഴിയുന്ന ഹൃദയങ്ങൾക്ക് ഈ രാത്രിയിൽ ലഭിച്ച ഗാനങ്ങളും സന്ദേശങ്ങളും ആശ്വാസപ്രദമായി തീരണം എന്ന ആഗ്രഹം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. വഴിയറിയാതെ നിങ്ങൾ ഭാരപ്പെടുന്നവരാണെങ്കിൽ, വഴി അറിയാതെ ഉഴലുന്നവരാണെങ്കിൽ, മുന്നോട്ട് പോകുവാനായി കഴിയാതെ വണ്ണം ജീവിതത്തിൻ്റെ വിവിധ പ്രശ്നങ്ങളാൽ നിങ്ങൾ ഭാരപ്പെടുന്നവരാണെങ്കിൽ, രോഗത്തിൻ്റെ കാഠിന്യം അനുഭവിച്ച് നിങ്ങൾ മാനസികമായ സംഘർഷങ്ങളാൽ നിറയുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസം പകരുവാനും നിങ്ങളെ സഹായിക്കുവാനും നിങ്ങളെ ശക്തീകരിക്കുവാനും കഴിയുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ കുറിച്ചാണ് ഞങ്ങൾ പാടിയത്, ആ കർത്താവിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് സ്നേഹിത, ഈ സന്ദേശം, ഈ ഗാനങ്ങൾ നിങ്ങൾ ശ്രമിച്ചതിലൂടെ നിങ്ങളെ സ്നേഹിക്കുന്ന കർത്താവിനെ നിങ്ങൾ കണ്ടുമുട്ടേണ്ടത് ആവശ്യമാണ്. ഞങ്ങളുടെ ലക്ഷ്യം അത് മാത്രമാണ്. ഈ രാത്രിയിൽ അതിന് കാരണമായി തീരട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഈ ശുശ്രൂഷ ഇവിടെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ രാത്രിയുടെ യാമത്തിനായി അങ്ങയെ വാഴ്ത്തുകയും അങ്ങയെ സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാൻ കൃപ നൽകി. അവിടുത്തെ ആത്മാവിൻ്റെ വ്യാപാര ശക്തി അടിയങ്ങളുടെ മേൽ അവിടുന്ന് നൽകിയതിനായി സ്തോത്രം. ഞങ്ങളെ നിയന്ത്രിച്ചതിനായി സ്തോത്രം. അങ്ങയെക്കുറിച്ച് പാടുവാൻ അടിയങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. അങ്ങയെക്കുറിച്ച് പ്രസംഗിക്കുവാൻ അടിയങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. അവിടുന്ന് സ്നേഹവാനായ ദൈവമാകയാൽ സ്തോത്രം. കർത്താവെ, ഞങ്ങളെ കരുതുന്നവനാകയാൽ സ്തോത്രം. ഞങ്ങൾക്ക് ആശ്രയം അവിടുന്ന് മാത്രമാകയാൽ സ്തോത്രം. കഷ്ടങ്ങളിൽ ഏറ്റവും തുണയായിരിക്കാൽ ഞങ്ങളിതിനെ സ്തുതിക്കുന്നു. വിശേഷ കർത്താവെ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത, ഈ ഗാനങ്ങൾ കേട്ട, സന്ദേശം കേട്ട ആരെങ്കിലും ജീവിതത്തിൽ ദുഃഖിതരായി കഴിയുന്നുവെങ്കിൽ കർത്താവെ, നീ അവരുടെ പ്രശ്നത്തിന് പരിഹാരം നൽകി സമാധാനവും സന്തോഷവും ആശ്വാസം നൽകി അവരെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതത്തിൻ്റെ വഴിമുട്ടുന്ന ജീവിതത്തിൽ സാഹചര്യത്തിൽ അവരായിരിക്കുന്നുവെങ്കിൽ അവർക്ക് നീ വഴികാട്ടിയായി അവിടുന്ന് മുമ്പിൽ ഉണ്ടായിരിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനസികമായ സംഘർഷം അനുഭവിക്കുന്നവരാണെങ്കിൽ അവരുടെ മനസ്സിനെ തണുപ്പിച്ച് ആശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിൻ്റെ കാഠിന്യം അനുഭവിക്കുന്ന ധാരാളം പേരുണ്ടല്ലോ, അവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗത്തിൽ ആശ്വാസപ്രദനം സൗഖ്യതനായ കർത്താവ് അവിടുന്ന് കൂടെ ഇരുന്ന് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾ അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, പുതിയ വർഷം വിദ്യാഭ്യാസത്തിനായി പോകുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവർക്കും എല്ലാ നന്മകളും നൽകി കർത്താവ് അവരെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ അടിയങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അടിയങ്ങളെയും അവിടുന്ന് എടുത്തുപയോഗിച്ചപ്പോഴേക്കായ സ്തോത്രം. അവിടുന്ന് മുമ്പാകെ അടിയങ്ങളെ തന്നെ താഴ്ത്തി നിന്ന് സമർപ്പിക്കുന്നു. തിരുസ്ഥാനത്തിന് പറവിൽ അടിയങ്ങളെ മറയ്ക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇത്രത്തോളം സഹായിച്ചതിനായ സ്തോത്രം. മഹത്വം കർത്താവിന്. കർത്താവും രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹസ്രവും കാവലും നാം ഏവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഭൂലോകെമ്പാടും കർത്താവിന് വരവിനാക്കാത്തിരിക്കുന്ന സകല വിശുദ്ധന്മാരുടെ കൂടെയും ഇന്നും എന്നേക്കും കാലാവസരം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.